ഈ അടുത്ത കാലത്തായി വളരെയധികമായി കേട്ടുവരുന്ന ഒന്നാണ് കീറ്റോ ഡയറ്റ് അഥവാ കീറ്റോജനിക് ഡയറ്റ്. എന്നാൽ ഹൃദയാരോഗ്യവും കീറ്റോ ഡയറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടക്കുന്നുണ്ട്. ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും ഈ ഡയറ്റ് മൂലം ഹൃദയാരോഗ്യത്തിന് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളും വളരെയധികം ശ്രദ്ധ നേടേണ്ടതാണ്. ഇങ്ങനെയുള്ള ഭക്ഷണക്രമം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുകയും വ്യക്തിഗത ഘടകങ്ങൾ പരിഗണിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. കീറ്റോ ഡയറ്റ് പലപ്പോഴും ശരീരഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഹൃദ്രോഗത്തിനുള്ള വിവിധ അപകട ഘടകങ്ങളിൽ നിന്ന് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതായത് രക്തസമ്മർദ്ദം കുറയുക, മെച്ചപ്പെട്ട കൊളസ്ട്രോൾ അളവ്, മെച്ചപ്പെട്ട രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം എന്നിവയ്ക്കെല്ലാം ഇത് നല്ലതാണ്. ചില പഠനങ്ങൾ കാണിക്കുന്നത് കീറ്റോ ഡയറ്റ് ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്. ഇത് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും. ഉയർന്ന അളവിലുള്ള ട്രൈഗ്ലിസറൈഡുകൾ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും. കീറ്റോ ഡയറ്റ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അതായത് HDL കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ശരീരത്തിന് ആവശ്യമായ കൊളസ്ട്രോൾ ആണ്. നല്ല കൊളസ്ട്രോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഉയർന്ന HDL അളവ് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കീറ്റോ ഡയറ്റിനെ കുറിച്ചിട്ടുള്ള പ്രാഥമിക ആശങ്കകളിലൊന്നാണ് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ ഉപഭോഗം, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ LDL കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുമെന്നുള്ളത്. LDL കൊളസ്ട്രോളിനെ ചീത്ത കൊളസ്ട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉയർന്ന LDL ലെവൽ ഹൃദ്രോഗത്തിനുള്ള അപകട ഘടകമാണ്. ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന വിറ്റമിനുകൾ, മിനറൽസ്, ഡയറ്ററി ഫൈബർ എന്നിവയുടെ പ്രധാന ഉറവിടങ്ങളായിട്ടുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ പോലുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളെ കീറ്റോ ഡയറ്റ് നിയന്ത്രിക്കുന്നു. പോഷകങ്ങളുടെ ഇംബാലൻസ് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് കീറ്റോ ഡയറ്റ് എൻഡോത്തീലിയൽ പ്രവർത്തനത്തെ തകരാറിലാക്കുമെന്നാണ്. ഇത് രക്തക്കുഴലുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. എൻഡോത്തീലിയൽ പ്രവർത്തനം തകരാറിലാകുന്നത് ഹൃദ്രോഗത്തിന്റെ മുന്നോടിയാണ്. കീറ്റോ ഡയറ്റിന്റെ ഫലങ്ങളെക്കുറിച്ചുള്ള മിക്ക പഠനങ്ങളും താരതമ്യേന ഹ്രസ്വകാലമാണ്. ഭക്ഷണക്രമം സ്ഥിരമായി പാലിക്കുന്നത് കാലക്രമേണ ഹൃദയാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ദീർഘകാല ഗവേഷണത്തിന്റെ അഭാവമുണ്ട്. ഹൃദയാരോഗ്യത്തിൽ കീറ്റോജനിക് ഡയറ്റിന്റെ ഫലങ്ങൾ സങ്കീർണവും പൂർണ്ണമായി മനസ്സിലാകാത്തതുമാണ്. ശരീരഭാരം കുറയ്ക്കാം, ചില ഹൃദ്രോഗ അപകട സാധ്യത ഘടകങ്ങളെ മെച്ചപ്പെടുത്താം എന്നിവ പോലുള്ള സാധ്യതയുള്ള നേട്ടങ്ങൾ ഇതിനുണ്ട്. എന്നാലും ഭക്ഷണത്തിലെ ഉയർന്ന പൂരിത കൊഴുപ്പ് അഥവാ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും പോഷക സന്തുലിതാവസ്ഥയിലും വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ള ഗവേഷണങ്ങൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. ഇതുമൂലം ഹൃദയധമനികളുടെ പ്രവർത്തനത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൃദയാഘാതം പോലുള്ളവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ഏറെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുൻപായിട്ട് ഇതിന് പുറമെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ നല്ല വശങ്ങളും അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം ഇങ്ങനെയുള്ളതൊക്കെ ഫോളോ ചെയ്യുക.